നിങ്ങൾ ആ ചിത്രം കണ്ടിരുന്നു? ഡൊണാൾഡ് ട്രംപ് ഇരുവശത്തും സാധാരണ മനുഷ്യരെക്കാൾ ഉയരമുള്ള തിളങ്ങുന്ന നീലക്കണ്ണുകളും വെളുത്ത മുടിയുമുള്ള രണ്ട് രൂപങ്ങൾക്കിടയിൽ നിൽക്കുന്നത്. ഇനി നമ്മുടെ ഭൂമിയിൽ നടക്കാൻ പോകുന്ന ചിലതിൻ്റെ തുടക്കമായാണ് പലരും ഈ ഫോട്ടോയെ വിശേഷിപ്പിക്കുന്നത്. സ്ഥിരമായി നടക്കുന്ന ഒന്ന് ഇത്തവണ ജനങ്ങൾക്കിടയിലേക്ക് അറിയാത്ത രീതിയിൽ പുറത്തുവിട്ടതാണെന്ന് ഒരു കൂട്ടർ, ഇതൊന്നുമല്ല എല്ലാം വെറും കെട്ടുകഥ മാത്രമാണ് എന്ന് മറ്റൊരു കൂട്ടർ. അതിനെ അങ്ങനെ വെറുമൊരു എഡിറ്റഡ് ചിത്രം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം മനുഷ്യരാശിയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളൊരു അജണ്ട അതിന് പിന്നിലുണ്ട് എന്നാണ് പലരും ഉറപ്പിച്ചു പറയുന്നത്. അതിന് കാരണം ആ മനുഷ്യരുടെ രൂപം തന്നെയാണ്. അവരെ വെറുമൊരു അന്യഗ്രഹ ജീവി എന്ന് പറഞ്ഞ് തരം താഴ്ത്താൻ പാടില്ലത്രേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഒരു വലിയ ശതമാനം ആളുകളെക്കാൾ കൂടുതൽ മനുഷ്യരാശിയെക്കുറിച്ച് ചരിത്രം സംസാരിക്കാൻ അവർക്ക് സാധിക്കും എന്ന് പറഞ്ഞു വരുന്നത് വെറുമൊരു അന്യഗ്രഹജീവി കഥയല്ല, പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഹൈപ്പർബോറിയ മിത്തുകളിലേക്കും നോർഡിക് ഏലിയൻ രഹസ്യങ്ങളിലേക്കും വെളിച്ചം വീശുന്ന ഒരു ചിത്രത്തെക്കുറിച്ചാണ്. വൈറ്റ് ഹൗസിന് മുകളിൽ ഒരു അന്യഗ്രഹ പേടകം വന്നു നിന്നാൽ എന്താണോ അതിനേക്കാളും ഭീകരമാണ് ഈ ചിത്രം പറയുന്ന രഹസ്യം എന്നാണ് പലരും അവകാശപ്പെടുന്നത്. ഒരു കാര്യം പറയാം, ഭൂമിയിൽ ഒരു കാലത്തുണ്ടായിരുന്ന ഏറ്റവും പവർഫുള്ളായ ഒരു ഭരണാധികാരി ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഭൂമിക്കുള്ളിലെ രഹസ്യമായൊരു സ്ഥലത്തേക്ക് ടെലിപോർട്ട് ചെയ്യപ്പെട്ടു. അതിന് ആ ഭരണാധികാരിയെ സഹായിച്ച ഒരു കൂട്ടത്തിൽ ചിലർ ഇന്ന് നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരു പവർഫുള്ളായ ഭരണാധികാരിയോട് സംസാരിക്കുന്ന ചിത്രമാണ് നമ്മൾ ഈ കണ്ടത് എങ്കിൽ അതിന് പിന്നിലുള്ള അജണ്ട എന്തായിരിക്കും? പറഞ്ഞു വരുന്നത് ആരെയൊക്കെ കുറിച്ചാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതെ, അങ്ങനെ ചില കഥകൾ നിമിഷങ്ങൾ കൊണ്ട് മാഞ്ഞുപോയ ആ ഒരു ചിത്രത്തിന് പറയാനുണ്ട്. അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നത് അവിടെ നിൽക്കട്ടെ. ഒരു നിമിഷം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട് അതേ നിമിഷം തന്നെ അപ്രത്യക്ഷമായ ആ ചിത്രത്തിന് പറയാനുള്ള അജണ്ടയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. സോഷ്യൽ മീഡിയയിൽ നിമിഷങ്ങൾ കൊണ്ട് പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്ത ആ ചിത്രത്തിൽ ട്രംപിനോടൊപ്പം കാണുന്ന വെളുത്ത മുടിയുള്ള ആ മനുഷ്യരാരാണ്? അവർ അന്യഗ്രഹജീവികളാണോ? അങ്ങനെയെങ്കിൽ അവർ ഭൂമിയിൽ വന്നത് എന്തിനാണ്? അവർക്ക് പിന്നിലുള്ള അജണ്ട എന്താണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: ഹൈപ്പർബോറിയ കണക്ഷൻ. എന്താണ് ഈ ഹൈപ്പർബോറിയ കണക്ഷൻ? ഹൈപ്പർബോറിയ കണക്ഷൻ എന്നതൊരു മിത്തല്ല, അത് നാസികളുടെ ഒരു വലിയ രഹസ്യ വേട്ടയായിരുന്നു. ഉത്തരധ്രുവത്തിനപ്പുറം സൂര്യൻ അസ്തമിക്കാത്ത, മരണമില്ലാത്ത അമാനുഷികർ ജീവിക്കുന്ന ഒരു സ്വർഗഭൂമിയുണ്ട് എന്നാണ് ഗ്രീക്ക് മിത്തോളജി പറയുന്നത്. എന്നാൽ ഹിറ്റ്ലറുടെ രഹസ്യ സംഘടനയായ അനനർബെ വിശ്വസിച്ചിരുന്നത് അങ്ങനെയായിരുന്നില്ല. ആര്യന്മാരുടെ യഥാർത്ഥ ഉറവിടം ഈ ഹൈപ്പർബോറിയാണെന്നും അവിടെയുള്ളത് അമാനുഷിക ശക്തിയുള്ള നോർഡിക് വംശജരാണ് എന്നുമാണ് അവരുടെ വിശ്വാസം. ഹിറ്റ്ലർ അന്റാർട്ടിക്കയിലേക്കും ടിബറ്റിലേക്കുമൊക്കെ ഗ്രൂപ്പുകളെ അയച്ചത് ഈ ഹൈപ്പർബോറിയൻ സാങ്കേതിക വിദ്യയും അവരുടെ UFO രഹസ്യങ്ങളും തേടിയായിരുന്നു. യുദ്ധത്തിൻ്റെ ഒടുവിൽ ഹിറ്റ്ലർ മരിച്ചതല്ല, പകരം ഈ നോർഡിക് ഏലിയൻസിൻ്റെ സഹായത്തോടെ ഭൂമിയുടെ അടിത്തട്ടിലുള്ള ഹൈപ്പർബോറിയൻ കേന്ദ്രത്തിലേക്ക് ടെലിപോർട്ട് ചെയ്യപ്പെട്ടതാണ് എന്നും ഇന്നും വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ഇപ്പോൾ അതേ നോർഡിക് അന്യഗ്രഹജീവികളുടെ രൂപസാദൃശ്യമുള്ള ചിലർ ട്രംപിനോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നു. നിമിഷങ്ങൾ കൊണ്ട് അത് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. എന്താണ് അതിന് പിന്നിലുള്ള രഹസ്യം? അമേരിക്ക അവരുടെ നിയന്ത്രണത്തിലാണ് എന്നാണോ? അവർ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് എന്നാണോ? അതോ ഈ ഒരു സമയത്തിന് വേണ്ടി ഇത്രയും കാലം അവർ എവിടെയോ കാത്തിരിക്കുകയായിരുന്നു എന്നാണോ? ഹിറ്റ്ലറോ നാസികളോ നോർഡിക് ഏലിയൻസിനെ നേരിട്ട് കണ്ടതായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ നമ്മുടെ കയ്യിലില്ല. പിന്നെ എങ്ങനെയാണ് നോർഡിക് ഏലിയൻസ് ഇങ്ങനെയാണ്, വെളുത്ത് മെലിഞ്ഞ് നീണ്ട മനുഷ്യരാണ് എന്ന് നമുക്ക് മനസ്സിലായത്? അങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവും. മറുപടി പറയാം. അതായത് ഹിറ്റ്ലറോ നാസികളോ അങ്ങനെയുള്ള അന്യഗ്രഹ ജീവികളെ നേരിട്ട് കണ്ടു എന്നതിന് തെളിവുകളില്ല. പക്ഷേ
നോർഡിക് ഏലിയൻസ് ഇങ്ങനെയാണ് എന്ന് വിശദീകരിച്ച ചില മനുഷ്യരുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്നത് ഏലിയൻ അബ്ഡക്റ്റീവ്സ് എന്നാണ്, അതായത് ഏലിയൻസ് തട്ടിക്കൊണ്ടുപോയ മനുഷ്യർ എന്ന്. 1950കളിൽ ജോർജ് ആഡംസ്കി എന്നയാളാണ് ഈ കഥ ആദ്യമായി ലോകത്തോട് പറയുന്നത്. തന്നെ ശൂന്യാകാശത്തു നിന്നും വന്ന ചില ജീവികൾ തട്ടിക്കൊണ്ടുപോയി എന്ന് അദ്ദേഹം വാദിച്ചു. ജോർജ് ആഡംസ്കി അവരെ വിശദീകരിച്ചത് കൃത്യമായി നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടതുപോലെ തന്നെയായിരുന്നു. 6 അടിയിലധികം ഉയരം, സ്വർണം പോലെ തിളങ്ങുന്ന വെളുത്ത നീളൻ മുടി, തിളങ്ങുന്ന നീലക്കണ്ണുകൾ, മനുഷ്യരോട് സാമ്യമുള്ള വിളറി വെളുത്ത നിറം. യൂറോപ്പിലെ നോർഡിക് അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലുള്ള മനുഷ്യരുടെ രൂപത്തോട് സാമ്യമുള്ള രൂപമാണ് ഇവർക്ക് എന്നതുകൊണ്ട് തന്നെയാണ് ഇവരെ നോർഡിക് ഏലിയൻസ് എന്ന് വിളിക്കുന്നത്. ഇവർ ശാന്തരാണ് എന്നും ആത്മീയമായും സാങ്കേതികമായും മനുഷ്യരെക്കാൾ ഉയർന്നതാണ് എന്നുമാണ് ആഡംസ്കിയും അതിനുശേഷം വന്ന പലരും വിശദീകരിക്കുന്നത്. ഇവരെല്ലാം പറഞ്ഞിട്ടുള്ള അതേ രൂപഘടന തന്നെയാണ് ട്രംപിനോടൊപ്പം കണ്ട ആ മനുഷ്യർക്കുമുള്ളത്. അത് നിമിഷങ്ങൾ കൊണ്ട് എക്സിൽ നിന്നും അപ്രത്യക്ഷമായതെങ്ങനെയെന്നത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. 1952 നവംബർ 20-നാണ് സംഭവം. കാലിഫോർണിയയിലെ മൊഹാവെ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ആഡംസ്കിയും അദ്ദേഹത്തിൻ്റെ ചില കൂട്ടുകാരും. ആകാശത്തുകൂടെ സിഗരറ്റ് ആകൃതിയിലുള്ള ഒരു വസ്തു പറന്നു നീങ്ങുന്നത് അയാൾ കണ്ടു. അതിനുള്ളിൽ നിന്നും ടിക് ടാക്ക് ആകൃതിയിലുള്ള ഒരു ചെറിയ വസ്തു പുറത്തേക്ക് വരികയും അത് മരുഭൂമിയിൽ വന്നിറങ്ങുകയും ചെയ്തു. അതിൽ നിന്നും ഉയരം കൂടിയ വെളുത്ത ചില മനുഷ്യർ അദ്ദേഹത്തിന് നേരെ നടന്നു വന്നതായും അദ്ദേഹം പറയുന്നു. അവരെയാണ് നോർഡിക് ഏലിയൻസ് എന്ന് അദ്ദേഹം വിളിച്ചത്. ഇതാണ് നോർഡിക് ഏലിയൻസിൻ്റെ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇൻസിഡൻറ്റ്. ആഡംസ്കി നോക്കി നിൽക്കെ ദൂരെ നിന്നും നീങ്ങി വരുന്ന ആ നീണ്ട വെളുത്ത രൂപങ്ങൾ അയാളോട് വാക്കുകളിലൂടെ അല്ലാതെ എന്തോ സംസാരിക്കുന്നതായി അയാൾക്ക് മനസ്സിലായി. തൻ്റെ തലച്ചോറിലേക്ക് താൻ അറിയാതെ ചിലത് ഡൗൺലോഡ് ആകുന്നത് പോലെയാണ് എന്നാണ് ആഡംസ്കി ഈ അനുഭവത്തെ വിശദീകരിക്കുന്നത്. അവരുടെ വംശം ഓർത്തോൺ എന്നറിയപ്പെടുന്നു എന്നും അവരുടെ മദർ പ്ലാനറ്റ് വീനസ് ആണ് എന്നുമാണ് അവർ അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഭൂമിയിലെ ആണവായുധ പരീക്ഷണങ്ങൾ പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തെറ്റിക്കുന്നു എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് തങ്ങളുടെ ഉദ്ദേശമെന്നും അവർ അദ്ദേഹത്തോട് പറഞ്ഞു. ഒരു സ്റ്റീഫൻ സ്പിൽബർഗ് സിനിമയുടെ ഷോട്ട് പോലെയുണ്ട് അല്ലേ? വിശ്വസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു വിഷ്വൽ. പക്ഷേ ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ആഡംസ്കി ചെയ്തത് ഈ അന്യഗ്രഹജീവികൾ മരുഭൂമിയിലൂടെ നടന്നു വന്ന അവരുടെ കാലടിപ്പാടുകളുണ്ടല്ലോ, അത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ കാസ്റ്റ് ചെയ്ത് എല്ലാവരെയും കാണിച്ചിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഇനിയും പറയാൻ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഈ നോർഡിക് ഏലിയൻസിൻ്റെ ടിക് ടാക്ക് സ്പേസ് ഷിപ്പിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്നു എന്നും അതിലൂടെ ചന്ദ്രൻ്റെ പിറകിലേക്ക് സഞ്ചരിച്ചു എന്നും ചന്ദ്രൻ്റെ പിറകിലെ ഇരുണ്ട ഭാഗത്ത് ഭൂമി പോലെ സുന്ദരമായ മലകളും വൃക്ഷങ്ങളും നദികളുമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. എന്തോ എവിടെയോ അല്ലേ? പക്ഷേ ഇത് സത്യമാണ് എന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന, ഒപ്പം എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൽ നിന്നും കുറച്ച് ദൂരെ മാറി നിന്നിരുന്ന ആ സുഹൃത്തുക്കൾ പറയുന്നു, അവർ ഒരു ബൈനോക്കുലറിലൂടെ നോക്കിയപ്പോൾ ആഡംസ്കിയോടൊപ്പം ഉയരം കൂടിയ ചില മനുഷ്യർ നിൽക്കുന്നതായി അവർ കണ്ടതായും അവർ സത്യവാങ്മൂലം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ മീഡിയ അത് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് അന്വേഷണം പോയപ്പോഴാണ് കളി മാറിയത്. ഈ കൂട്ടുകാരിൽ ഭൂരിഭാഗവും ആഡംസ്കിയുടെ അമാനുഷിക കഥകൾ വിൽക്കുന്ന ബിസിനസ്സിലെ പങ്കാളികളായിരുന്നു. ഇത്തരം ഏലിയൻ കഥകൾ അടങ്ങുന്ന പുസ്തകങ്ങളും വാർത്തകളും വിറ്റ് പൈസയാക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഒത്തുകൂടി ഉണ്ടാക്കിയ ഒരു പക്ക നാടകമായിരുന്നു ഇത് എന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ആഡംസ്കി നോർഡിക് ഏലിയൻസിനെ കണ്ടിട്ടില്ലേ? അങ്ങനെയെങ്കിൽ അവരുടെ UFOകളുടെ ചിത്രം മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതോ? പിന്നീടുള്ള അന്വേഷണത്തിൽ മനസ്സിലായ ഒരു കാര്യം, അന്ന് ആഡംസ്കി കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കളയിലെ തന്നെ ഗ്യാസ് ലാൻറ്റേണിൻ്റെ അടപ്പിൻ്റെയും പിന്നെ വാക്വം ക്ലീനറിൻ്റെ ചില ഭാഗങ്ങളുടെയും ചിത്രമായിരുന്നു. ആഡംസ്കി പറഞ്ഞ കഥ വെറും പൊള്ളയാണ് എന്ന് പിന്നീട് മനസ്സിലാക്കി. പക്ഷേ അതിനർത്ഥം നോർഡിക് ഏലിയൻസ് കള്ളമാണ് എന്നാണ്. അങ്ങനെ ഞാൻ പറയില്ല. കാരണം ഗ്രേ ടൈപ്പ് ഏലിയൻസ്, റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡ്, ഇൻസെക്ടോയിഡ്സ്, അതുപോലെ തന്നെ അന്യഗ്രഹജീവികളുടെ ഒരു തരമായിട്ട് നമുക്ക് നോർഡിക് ഏലിയൻസിനെ കാണാൻ സാധിക്കും.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് അന്നത്തെ നമ്മുടെ ആഡംസ്കിയുടെ കഥയിൽ വിശദീകരിച്ചിട്ടുള്ള നോർഡിക് ഏലിയൻസിൻ്റെ വിശദീകരണങ്ങൾ വെച്ച് ഏതോ ഒരു മഹാൻ ട്രംപിനൊപ്പം സൃഷ്ടിച്ച ഒരു AI ജനറേറ്റഡ് ചിത്രമാണ് നമ്മൾ കണ്ടത് എന്നാണ്. അത് വെറും ഒരു വാക്കല്ല, അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. ചിത്രം എക്സിൽ വന്ന പാടെ തന്നെ ഫാക്ട് ചെക്കേഴ്സ് അതിന് താഴെ കമ്മ്യൂണിറ്റി നോട്ട് പതിപ്പിച്ചിരുന്നു. ചിത്രം വ്യാജമാണ് എന്ന് തെളിഞ്ഞതോടെ പോസ്റ്റ് ഇട്ടയാൾ തന്നെയാണ് അത് ഡിലീറ്റ് ചെയ്തതും. ആ പഴയ ഹിറ്റ്ലറുടെ ഹൈപ്പർബോറിയ കഥയും ജോർജ് ആഡംസ്കിയുടെ നോർഡിക് ഏലിയൻ വിശദീകരണങ്ങളും ചേർത്തുണ്ടാക്കിയ പ്രോംപ്റ്റിലൂടെ ആരോ മിഡ് ജേണിയിലോ ഫ്ലക്സിലോ സ്റ്റേബിൾ ഡിഫ്യൂഷനിലോ തട്ടിക്കൂട്ടിയ വെറുമൊരു AI ചിത്രം മാത്രമായിരുന്നു അന്ന് പോസ്റ്റ് ചെയ്യപ്പെട്ടത്. പിന്നീട് ഈ ചിത്രം പോസ്റ്റ് ചെയ്ത ആളുടെ പഴയ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ അയാൾ എക്സിൽ AI ആർട്ട് ക്രിയേറ്റർമാരുടെ ഗ്രൂപ്പിൽ സജീവമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഡൊണാൾഡ് ട്രംപ് സ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ടു ടോൾ നോർഡിക് ഏലിയൻസ്, സിനിമാറ്റിക് ലൈറ്റിംഗ്, ഫോട്ടോ റിയലിസ്റ്റിക് എന്നിങ്ങനെ ഈ ടൈപ്പിലുള്ള ഒരുപാട് പ്രോംപ്റ്റ്സ് തന്നെയാണ് ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത് എന്ന സൂചനയും ഫാക്ട് ചെക്കേഴ്സ് പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ എന്തിന്? ഭരണകൂടങ്ങളോ വലിയ ശക്തികളോ അവർക്കുണ്ടാകുന്ന പരാജയമോ സാമ്പത്തിക തകർച്ചയോ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയുള്ള രഹസ്യങ്ങളോ ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കാൻ ഉപയോഗിക്കുന്നൊരു തിയറിയുണ്ട്, ഡിസ്ട്രാക്ഷൻ തിയറി. ഇനി അതാണോ ഇത്? ജനങ്ങൾ ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കരുത്, യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് കരുതി ജനങ്ങൾക്ക് മുമ്പിലേക്ക് ചില വിഷയങ്ങൾ ഇട്ടുകൊടുക്കുന്നു. ഉദാഹരണത്തിന്, ഭൂമിയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് അന്യഗ്രഹ ജീവികൾ വരുന്നു. അതിൽ ചിലർ ട്രംപുമായി സംസാരിക്കുന്നു. നമ്മൾ കരുതുന്നത് പോലെയല്ല അമേരിക്ക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു സോഷ്യൽ മീഡിയയിലൂടെ. അവരുടെ ലക്ഷ്യം അതാണ് എങ്കിൽ അതിൽ അവർ വിജയിച്ചു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിന് ഒരു ഉദാഹരണമാണ് ഈ വീഡിയോ പോലും. യഥാർത്ഥ കാരണം ഒരു പുകമറയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ആരോ ഒരാൾ എവിടെയോ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചിത്രത്തെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുന്നു എന്നാണോ? ലോകം അത് ചർച്ച ചെയ്യാൻ വേണ്ടി ആരോ ഒരാൾ എവിടെയോ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തു എന്നാണോ? എന്തായാലും ശരി, ഒരു കാര്യം വ്യക്തമാണ്. വെറും സെക്കൻഡുകൾ മാത്രം എക്സിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ഒരു ചിത്രത്തെക്കുറിച്ച് ആഴ്ചകളോളം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിൽ വൈറ്റ് ഹൗസിന് മുകളിൽ ഒരു മദർഷിപ്പ് വന്നാൽ ആ ചർച്ചയുടെ, ആ വിഷയത്തിൻ്റെ വലുപ്പം എന്തായിരിക്കും? അങ്ങനെ ഒരു മദർഷിപ്പ് അമേരിക്കയുടെ മുകളിൽ വന്നാൽ അമേരിക്കയുടെ സ്ഥാനം എന്തായിരിക്കും? പിന്നീട് അമേരിക്കയെ ആരെങ്കിലും ചൊറിയാൻ ചെല്ലുമോ? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ